أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم ما تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. അമ്മാ ബഅദ് അൽ ഫായിസീന ബിറിളല്ലാഹ്. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുവഹ്ഹിദുകളായി ജീവിക്കുവാനും മരണസമയത്ത് സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൽ മുറുകെ പിടിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 46-ാം അധ്യായമായ സൂറത്തുൽ അഹ്ഖാഫാണ് നാം പഠിക്കുന്നത്. അതിലെ 3 ആയത്തുകൾ നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 4, 5, 6 ആയത്തുകളാണ് പഠിക്കാൻ നാം ആഗ്രഹിക്കുന്നത്. ഏറെ ഗൗരവമായ കാര്യമാണ് ഈ 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇല്ലായ്മകളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്കെല്ലാ ഔദാര്യങ്ങളും വാരിക്കോരി അള്ളാഹു നൽകുന്നത്, എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ റഹ്മാനായ റബ്ബ് നമുക്ക് ചൊരിഞ്ഞു തരുന്നത് എല്ലാം എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത്? വിശുദ്ധ ഖുർആൻ മറുപടി പറയുന്നുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനാണ്. ആരാധനകളുടെ പരിധിയിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ. നിസ്കാരം അള്ളാഹുവിന് മാത്രമേ പറ്റൂ. നോമ്പ് അള്ളാഹുവിന് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. നേർച്ചയും വലിയും മറ്റു ആരാധനകളൊക്കെ അള്ളാഹുവിന് മാത്രമാകണം. എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല ആളുകളും അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകൾ അള്ളാഹു അല്ലാത്ത മറ്റു പല ആളുകൾക്കും സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജീവനും ജീവിതവും നൽകിയ, ആവശ്യമായ അനുഗ്രഹങ്ങൾ വേണ്ടത്ര ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സമീപിക്കുവാൻ ഒരിക്കലും മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. ഒരു മധ്യസ്ഥനോട് ചോദിച്ചിട്ടല്ല ഈ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അള്ളാഹു നമ്മുടെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പലരും അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളോടും മൗലിയാക്കളോടും ബീവിമാരോടും സഹായാർത്ഥന നടത്തുന്ന, പ്രാർത്ഥന നടത്തുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന രംഗം ഞാനും നിങ്ങളുമൊക്കെ കണ്ടവരും അനുഭവിച്ചവരുമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും
ആ ഔലിയാക്കളുടെ ഖബറിടങ്ങളെയുമൊക്കെ റഹ്മാനായ റബ്ബിലേക്ക് അടുക്കുവാനും തങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിക്കപ്പെടാനും സ്വന്തത്തിലോ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരിലോ വല്ല രോഗങ്ങളും ഉണ്ടായാൽ ആ രോഗത്തിന് ശാന്തി ലഭിക്കുവാനും ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമാകുന്ന സ്വർഗപ്രവേശനത്തിന് ശുപാർശ തേടുവാനും മധ്യവർത്തികളായി സ്വീകരിച്ച് അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം എണ്ണിയാൽ തീരാത്തതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവല്ലാത്ത ആരോടുമുള്ള പ്രാർത്ഥന, അല്ലാഹുവല്ലാത്ത ആരോടുമുള്ള ഇസ്തിഗാന അത് ഏറ്റവും ശക്തമായ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ് ഷിർക്ക്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. അതുകൊണ്ട് ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റൂ, അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന മഹനീയമായ ശക്തമായ താക്കീതാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന സങ്കടം പറയുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളെ വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കാൻ അല്ലാഹു പറയുന്നു. എന്താ അല്ലാഹു പറയുന്നത്? ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി അറൂനി മാദാ ഖലഖൂ മിനൽ അർളി അം ലഹും ശിർകുൻ ഫിസ് സമാവാത്. ഖുൽ നബിയെ പറയുക, അറഅയ്തും നിങ്ങൾ കണ്ടുവോ? ആരോട് പറയാൻ? അല്ലാഹു അല്ലാത്ത അമ്പിയാക്കളെ, ഔലിയാക്കളെ, ബിംബങ്ങളെ, മരിച്ചുപോയ മഹാരഥന്മാരാകുന്ന ആളുകളെ വിളിച്ചു തേടുകയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുകയും ചെയ്തിരുന്ന മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ അല്ലാഹു പറയുന്നു നബിയോട്. എന്ത് ചോദിക്കാനാ പറയുന്നത്? അറഅയ്തും നിങ്ങൾ കണ്ടുവോ? അറഅയ്തും നിങ്ങൾ കണ്ടുവോ? മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ നിങ്ങൾ കണ്ടുവോ? അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ പറ്റി വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കുക. എന്താ ചിന്തിച്ചു നോക്കേണ്ടത്? അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചു തരുക, നിങ്ങൾ എനിക്ക് കാട്ടിത്തരുവീൻ എന്ന് അവരോട് പറയുക. എന്താ കാട്ടിത്തരേണ്ടത്? എന്താണ് കാണിച്ചു തരേണ്ടത്? മാദാ ഖലഖൂ, അവർ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? അവർ ഏതെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് കാണിച്ചു തരൂ. മിനൽ അർള്, ഭൂമിയിൽ നിന്ന്. അം ലഹും, അല്ലെങ്കിൽ അവർക്കുണ്ടോ ഷിർക്കുൻ, വല്ല പങ്കും, ഫിസ്സമാവാതി, ആകാശങ്ങളിൽ. ഭൂമിയിൽ അവർ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മഹാന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ആരെങ്കിലും ഭൂമിയിൽ നിന്ന് വല്ലതും സൃഷ്ടിക്കുകയോ അതല്ലെങ്കിൽ ആകാശലോകത്ത് വല്ല പങ്കും ഏതെങ്കിലും നിയന്ത്രണത്തിലോ അധികാരത്തിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ന് എനിക്ക് കാണിച്ചു തരൂ എന്ന് അവരോട് പറയുക. പിന്നീട് അല്ലാഹു പറയുന്നത്, ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين. ائتوني, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരിക. നബി അവരോട് പറയുക, ഒന്നുകിൽ അല്ലാഹു അല്ലാത്ത നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾ ഭൂമിയിൽ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, അവർക്ക് ആകാശങ്ങളിൽ വല്ല പങ്കും ഉണ്ടോ? മൂന്നാമത്തേത് അവരോട് പറയേണ്ടത്, തൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരിക, ബികിതാബിൻ, ഒരു ഗ്രന്ഥത്തെ, മിൻ ഖബിലി ഹാദാ, ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നിങ്ങൾ എനിക്ക് കൊണ്ടുവരിക. ഔ അസാറത്തിൻ, അല്ലെങ്കിൽ വല്ല പ്രമാണവും, മിൻ ഇൽമിൻ, അറിവിന്റെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ടുവരൂ. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യം പറയുന്നവരാണെങ്കിൽ. അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ അല്ലാഹുവിങ്കലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും അല്ലാഹുവിങ്കലേക്ക് അടുപ്പിക്കുവാൻ ആ മഹാരഥന്മാരാകുന്ന ആളുകൾ ശുപാർശകരാകും എന്നതല്ലേ നിങ്ങളുടെ വിശ്വാസം? എങ്കിൽ നിങ്ങൾ എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ, ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ഏതെങ്കിലും പ്രമാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണം എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നബിയോട്, അവരോട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞതാണ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ ഇസ്തിആസ നടത്താവൂ. കാരണം അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെല്ലാം ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള വെറും അടിമകളാണ്. അവർക്കൊരു വസ്തുവിനെയും സൃഷ്ടിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ വരുത്തുവാൻ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും കഴിയുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാൻ ആ സമൂഹം തയ്യാറായില്ല, മക്കയിലെ മുശ്രിക്കുകൾ തയ്യാറായില്ല. ആ സമയത്താണ് അല്ലാഹു തആല പറയുന്നത്, നബിയെ അവരോട് പറയുക, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിനെ ഖുർആൻ ആക്ഷേപിക്കുന്നുണ്ട്, അത് ചെയ്യരുതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ഖുർആൻ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ ഖുർആനിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം, ഖുർആനിന് മുമ്പും ധാരാളം വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ആ വേദഗ്രന്ഥം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാമാണികമായ ഏതെങ്കിലും ഒരു തെളിവ് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, അവരോട് സഹായം തേടുന്നതിനെ ന്യായീകരിക്കുവാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എങ്കിൽ അതൊന്ന് ഞാൻ കാണട്ടെ എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളെ അല്ലാഹു തആല വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വെല്ലുവിളി മക്കയിലെ മുശ്രിക്കീങ്ങളോട് മാത്രമല്ല, ഇന്നും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന, അവരോട് സഹായം തേടുന്ന, സങ്കടങ്ങളും പരാതികളും മഹാരഥന്മാരാകുന്ന മരിച്ചുപോയ ആളുകളോട് നടത്തുന്നവരോട് ഇന്നും ഈ ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ്. നിങ്ങൾ സങ്കടം പറയുന്നവരോട് രോഗശമനത്തിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, വീണുപോയ സാധനം തിരിച്ചു കിട്ടുവാൻ, ഹിദായത്ത്, നല്ല മരണത്തിന് വേണ്ടി, സ്വർഗം കിട്ടുവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, എല്ലാത്തിനും അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടുന്ന ആളുകളോട് ഇന്നും നമുക്ക് ചോദിക്കാൻ കഴിയും, എന്ത്? നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന ആരെങ്കിലും ഭൂമിയിൽ വല്ല വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തരിമ്പെങ്കിലും ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ആകാശലോകത്തിന്റെ നിയന്ത്രണത്തിൽ ആർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചോദ്യം ഇന്നും പ്രസക്തമാണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അഞ്ചാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നത്, വമൻ അളല്ലു, ഏറ്റവും വഴിപിഴച്ചവർ ആരാണ്, ഏറ്റവും വഴിപിഴച്ചവർ ആരാണ് എന്ന ചോദ്യം, അഥവാ ഇനി പറയാൻ പോകുന്നവരാണ് ഏറ്റവും വഴിപിഴച്ചവർ. അവരെക്കാളും വലിയ വഴിപിഴച്ചവർ ആരുമില്ല. ആരാണ് ഏറ്റവും വഴിപിഴച്ചവർ? ആരാത് പറയുന്നത്? അല്ലാഹുവാണ് പറയുന്നത്. ഏറ്റവും വഴിപിഴച്ചവരാണ് ആര്? മിമ്മൻ യദ്ഉ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ ആരാണ്? ആരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ? മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവരോട്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ ആരാണ്? അല്ലാഹു അല്ലാത്ത ആളുകളോട് സങ്കടങ്ങളും പരാതികളും ചോദിക്കുന്നവരാണ് ഏറ്റവും വലിയ വഴിപിഴച്ചവർ. അവരെക്കാൾ വഴിപിഴച്ച ഒരാളുമില്ല. ഇവർ ആരോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. മല്ലാ യസ്തജീബു ലഹും, തനിക്ക് ഉത്തരം നൽകാത്തവരോടാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ ആരാണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയാൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. എന്നാൽ അല്ലാഹു അല്ലാത്ത മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, ബീവിമാരോട്, വിഗ്രഹങ്ങളോട്, മരങ്ങളോട്, സൂര്യനോട്, ചന്ദ്രനോട്, അല്ലാഹു അല്ലാത്ത ആരാധിക്കുന്ന എല്ലാവരും പെടും, എന്തും പെടും. അതിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവർ ഉത്തരം നൽകുകയില്ല എന്ന് റഹ്മാനായ റബ്ബ് ഉറപ്പിച്ചു പറയാം. മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ, ബദരീങ്ങളെ എനിക്ക് കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷേഖുമാരോട്, ബീവിമാരോട് തന്റെ സങ്കടങ്ങളും ആവശ്യങ്ങളും ചോദിച്ചാൽ അള്ളയാ പറയുന്നത് ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും ഉത്തരം നൽകുകയില്ല. ഇന്ന് വരെ ഏതെങ്കിലും മരിച്ചുപോയ ആളുകളോട് ദുആ ചെയ്തിട്ട് അവർ ഉത്തരം നൽകിയതായ ചരിത്രമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. മാത്രവുമല്ല അല്ലാഹു വീണ്ടും പറയുന്നു,
വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വഹും അവർ, ആര്? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടപ്പെടുന്ന ഈ ആളുകൾ. മുഹീദ്ദീൻ ഷേഖയെ കാക്കണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷേഖ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ബീവിമാരോട് തേടുമ്പോൾ ഈസാ നബിയെ എന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബിയെ എന്റെ ദോഷങ്ങൾ പൊറുക്കണേ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ, വഹും അവർ, അൻ ദുആഇഹിം ഇവരുടെ പ്രാർത്ഥനയെ പറ്റി, ഇവരുടെ വിളിയെ പറ്റി ഗാഫിലൂൻ അശ്രദ്ധരാണ്. അവർ കേൾക്കുന്നില്ല, അവർ അറിയുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല, അവർക്ക് ഉത്തരം നൽകാനും കഴിയില്ല. അങ്ങനെ ഖിയാമത്ത് നാൾ വരെയും ഉത്തരം നൽകാത്തവരെ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ ആരാണ്? അവരാകട്ടെ ഇവരുടെ വിളിക്കുന്നവരുടെ വിളിയെപ്പറ്റി അശ്രദ്ധവന്മാരാണ്. അവർക്ക് യാതൊരു ഉത്തരവും നൽകാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ. وَإِذَا حُشِرَ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഹുഷിറ ഒരുമിച്ച് കൂട്ടപ്പെടുക. ആരെ? അന്നാസു മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ കാനു അവരായിരിക്കും, ആര്? അള്ളാഹുവിന് പുറമെ ആരോടൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ ആ ആളുകൾ, ആ മഹാന്മാർ, ആ അമ്പിയാക്കൾ, ആ ഔലിയാക്കൾ, കാനു അവരായിരിക്കും, ലഹും അവർക്ക്, ആർക്ക്? ആരാണോ വിളിച്ചു തേടുന്നത് ആ വിളിച്ചു തേടുന്നവർക്ക്, വിളിച്ചു തേടപ്പെടുന്നവർ ആയിരിക്കും ഏറ്റവും വലിയ ശത്രുക്കളായി തീരും. അവർ ഇവരുടെ ശത്രുക്കളായി മാറും. വകാനു അവരായിരിക്കും ബിഇബാദതിഹിം ഇവരുടെ ആരാധനയെ കാഫിരീൻ നിഷേധിക്കുന്നവരും ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയത്, അള്ളാഹുവിന് പുറമെ ആരെയെല്ലാം മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാവരും ഉൾക്കൊള്ളുന്ന, എന്തിനോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വചനമാണിത്. അന്ത്യനാൾ വരെ, ലോകാവസാനം വരെ അവർ ആ വിളിക്ക് ഉത്തരം ചെയ്യുകയില്ല. വിളിക്കപ്പെടുന്നത് അവർ അറിയുമോ? ആ ശേഖന്മാർ അറിയുമോ? ആ പ്രവാചകന്മാർ അറിയോ? അതും അറിയില്ല. ഭൗതികമായ ജീവിതത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ നാളെ പരലോകത്തെത്തിയാലോ? ആരും സഹായിക്കാനില്ലാത്ത മഹ്ശറയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ അന്ത്യനാളിലെ അവസ്ഥയാണ് ആറാമത്തെ ആയത്തിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്. വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. പരലോകത്ത് എല്ലാവരും സമ്മേളിക്കുന്ന അവസരത്തിൽ നമ്മളും അവരും, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആ പ്രവാചകന്മാരും ഔലിയാക്കളും ബീവിമാരും എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം വിളിക്കപ്പെട്ടിരുന്നവർ, ആ മഹാന്മാരാകുന്ന ആളുകൾ, ആ മരണപ്പെട്ടു പോയ ആളുകൾ വിളിച്ചവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി തീരുമെന്നാണ് അള്ളാഹു പറയുന്നത്. അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ജാറങ്ങളിലേക്ക് പോയി ആ ജാറങ്ങളിലുള്ളവരോട്, ആ മഖാമുകളിലുള്ളവരോട് ദുആ ചെയ്യുന്നത് അവർ കേൾക്കും, ഉത്തരം നൽകും, അവർ ശുപാർശകരാകും, അവർ നമ്മുടെ ഇഷ്ടക്കാരായി തീരും എന്ന് വിചാരിച്ചുകൊണ്ടാണ്, അവർ നമുക്ക് ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അതാണ് ഇന്നത്തെ ചിന്ത. പക്ഷെ അള്ളാഹു പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വകാനൂ ലഹും അഅദാഅ ആ വിളിക്കപ്പെട്ട ആളുകൾ വിളിച്ചവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി തീരും. മാത്രമല്ല വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ ആ ആരാധനയെ, അഥവാ അവരോടുള്ള ആ പ്രാർത്ഥനയെ, അവരോടുള്ള സഹായ തേട്ടത്തിനെ, എന്നെ കാക്കണേ, എന്റെ കൈ പിടിക്കണേ, എനിക്ക് ഹിദായത്ത് നൽകണേ, എനിക്ക് സ്വർഗം നൽകണേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ, ഇങ്ങനെയുള്ള ആ പ്രാർത്ഥനയെ ആ മഹാന്മാരാകുന്ന ആളുകൾ അവർ അനുകൂലിക്കുമോ? അതിനെ അവർ അനുകൂലിക്കുകയോ ഇല്ല. അവർ അതിനെ അനുകൂലിക്കുകയില്ല. മറിച്ച് വകാനൂ ബിഇബാദതിഹിം അവരുടെ ആ ആരാധനയെ കാഫിരീൻ അവർ നിഷേധിക്കുന്നവരായിരിക്കും. അവർ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഇത് ചെയ്തത്, ഞങ്ങൾ അത് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരാധിച്ചത്, ഞങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചത് എന്ന് ആ ആളുകൾ പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാളെ ആ മഹാരഥന്മാരാകുന്ന ആളുകൾ നമ്മുടെ ശത്രുക്കളായി തീരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സഹായ തേട്ടം റഹ്മാനായ റബ്ബിനോട് മാത്രമാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ വാക്യം കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവർ മുസ്ലിമീങ്ങളായിരുന്നാലും അവരുടെ പേര് കൊണ്ട്, തറവാട് കൊണ്ട്, മഹല്ല് കൊണ്ട്, അഡ്രസ്സുകൾ കൊണ്ട് എല്ലാം അവർ മുസ്ലിമീങ്ങളായിരുന്നാലും ശരി, അവരെക്കാൾ വഴിപിഴച്ചവർ മറ്റാരും തന്നെ ഇല്ല എന്നും, ഇവർ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർ ഇവരുടെ ആരാധനയാകുന്ന പ്രാർത്ഥനയെ പറ്റി തീരെ ബോധമില്ലാത്തവരാണെന്നും, ഇവർ പ്രതീക്ഷിക്കുന്ന സമാധാനം നാളെ അന്ത്യനാൾ വരെയും അവർക്ക് ലഭിക്കുകയില്ലെന്നും, മാത്രവുമല്ല
ഓരോരുത്തരുടെയും പ്രവൃത്തികളുടെ ഫലം സ്പഷ്ടമായി പ്രത്യക്ഷപ്പെടുന്ന മഹ്ശറയിൽ പരലോകത്ത് ഇവരുടെ ആരാധനയാകുന്ന, ഇവരുടെ പ്രാർത്ഥനയാകുന്ന ആ സഹായതേട്ടത്തിനെ, ആ ഇസ്തിഗാസയെ ആ മഹാന്മാരാകുന്ന ആളുകൾ നിഷേധിച്ചു പറയുമെന്നും, അവർ നിഷേധിക്കും അതിനെ. മാത്രവുമല്ല, അവരുടെ ഈ ചീത്തയായ ഈ പ്രവൃത്തി, അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടമാകുന്ന അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആ ശിർക്ക് കാരണത്താൽ ഈ ആളുകളോട് ഏറ്റവും വലിയ വൈരമുള്ളവരായി, ഏറ്റവും വലിയ ദേഷ്യമുള്ളവരായി, അവരുടെ ഏറ്റവും വലിയ കഠിന ശത്രുക്കളായി തീരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന റഹ്മാനായ റബ്ബിനോട് മാത്രമാവുക. സങ്കടങ്ങളും പരാതികളും വേദനകളും ദുഃഖങ്ങളും എല്ലാം നമുക്കുണ്ടാകും, ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. അതെല്ലാം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിനോട് മാത്രമാവുക. അല്ലാഹു അല്ലാത്ത ഒരാളോടും നാം തേടിയിട്ട് യാതൊരു പ്രയോജനങ്ങളുമില്ല. അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അവർ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല. ആ പ്രാർത്ഥനയെ കുറിച്ച്, സഹായതേട്ടത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. ദുനിയാവിലെ കാര്യമാണത്, ദുനിയാവിലെ കാര്യമാണ്. നാളെ പരലോകത്തെത്തുമ്പോ നാം വിളിച്ചു തേടപ്പെടുന്ന ഈ ആളുകളൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയും അവർ ഈ പ്രാർത്ഥനയെ, ഈ ആരാധനയെ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് യഥാർത്ഥ തൗഹീദുള്ളവരായി, ആരാധന റഹ്മാനായ റബ്ബിന് മാത്രം സമർപ്പിക്കുന്ന മുവഹ്ഹിദീങ്ങളായി, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.